ലോകരാജ്യങ്ങളിൽ പ്രതിഷേധങ്ങൾ അവഗണിച്ച് ഗസയിൽ വെടിനിർത്തൽ ലംഘനം തുടർന്ന് ഇസ്രായേൽ. ഗസ സിറ്റിയിലും ഖാൻ യൂനിസിലും അടക്കം നിരവധിയിടങ്ങളിൽ ഇന്നും വ്യോമാക്രമണവും ഷെല്ലാക്രമണവും ഉണ്ടായി. 3 പേർ ഗസയിലും 2 കുട്ടികൾ വെസ്റ്റ് ബാങ്കിലും കൊല്ലപ്പെട്ടു. ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഇന്ന് രാത്രി ഇസ്രായേലിന് കൈമാറുമെന്ന് ഹമാസ് അറിയിച്ചു. സിക്കിം അതിർത്തി തുറന്നെങ്കിലും ട്രക്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി ഇസ്രായേൽ. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ 245 പേർ കൊല്ലപ്പെടുകയും 627 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗസ സിറ്റിയിലെ ഷൈഖ് റദ്വാൻ ക്ലിനിക് സമുച്ചയത്തിൽ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് 51 മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി സിവിൽ ഡിഫൻസ് വിഭാഗം അറിയിച്ചു. കരാറിനെ ദുർബലപ്പെടുത്തുന്ന ഇസ്രായേൽ നടപടിയെ UN വിമർശിച്ചു. MCA നാസർ ചേരുന്നുണ്ട്. MCA, ആക്രമണം തുടരുകയാണ്, വെടിനിർത്തൽ ലംഘനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, മരണപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിലും ആ നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ടു പോവുകയാണ്. എന്താണ് ഇന്ന് ഗസയിൽ സംഭവിച്ചത്? ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആക്രമണത്തിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. കാരണം വ്യോമാക്രമണം 3 തലങ്ങളിലായിട്ട് നടന്നു. അതോടൊപ്പം തന്നെ ഷെല്ലാക്രമണവും തുടരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഏറ്റവും അവസാനം ഗസയിൽ നിന്ന് ലഭ്യമാവുന്നത്. പ്രത്യക്ഷത്തിൽ ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം 10 മുതൽ നിലവിൽ വന്ന ആ കരാർ നിലനിൽക്കെ തന്നെയാണ് നിരന്തരമായിട്ട് ഈ ഒരു കരാറിനെ ലംഘിച്ചുകൊണ്ട് വളരെ പാവപ്പെട്ട 2 കൊല്ലത്തോളമായി ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഫലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്ക് പ്രവിശ്യയിൽ നടന്ന അതിക്രമത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് പുറത്തുവരുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയും ഈ ഒരു ഭാഗത്ത് നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ വെടിനിർത്തലിന്റെ ഭാഗമായിട്ട് ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പൂർണ്ണമായ അർത്ഥത്തിൽ പാലിക്കാനുള്ള നീക്കങ്ങൾ ഹമാസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി കണ്ടെത്തിയത് ഇന്ന് രാത്രി തന്നെ കൈമാറുമെന്ന് ഹമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഇനി 3 ബന്ദികളുടെ മൃതദേഹം കൂടി മാത്രമായിരിക്കും ഇസ്രായേലിന് കൈമാറാനുള്ളത്. നേരത്തെ ജീവനോടെയുള്ള 20 ബന്ദികളെ വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ദിവസമായിട്ടുള്ള ഒക്ടോബർ 10-ന് വിട്ടയച്ചിരുന്നു. തുടർന്ന് ബന്ദികളുടെ മൃതദേഹങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് കണ്ടെത്തുകയും അത് കൈമാറുകയും ചെയ്യുന്ന പ്രക്രിയയും തുടരുകയാണ്. ഇനിയിപ്പോൾ ഈ 3 ബന്ദികളുടെ മൃതദേഹം കൂടി കൈമാറുകയാണെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസിനെതിരായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാനോ ഹമാസ് ഏതെങ്കിലും അർത്ഥത്തിൽ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് പറയാനോ ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ റഫയുടെ ഭാഗത്തുള്ള തുരങ്കത്തിൽ കഴിയുന്ന ഏതാണ്ട് 150-ലധികം വരുന്ന ഫലസ്തീൻ പോരാളികളെ അവരുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും ഖത്തറും തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. അമേരിക്ക തന്നെയും ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ 150-ലധികം വരുന്ന പോരാളികളെ ആയുധം ഉപേക്ഷിച്ചുകൊണ്ട് അവർക്ക് റഫയുടെ ഹമാസ് നിയന്ത്രിത കേന്ദ്രങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ അവസരമൊരുക്കണമെന്നാണ്. പക്ഷെ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ഇസ്രായേൽ നേതൃത്വം കൈക്കൊണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നത് കൂടുതൽ ദുഷ്കരമായിരിക്കും. കാരണം ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ പോരാളികളെ കൊലപ്പെടുത്താനോ ആ തുരങ്കങ്ങൾ നശിപ്പിക്കാനോ ഇസ്രായേൽ തുനിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹമാസും തങ്ങളുടെ നിലപാട് കടുപ്പിക്കും. അത് കൂടുതൽ രക്തരൂഷിതമായ നിരന്തരമായിട്ടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങും എന്ന ഒരു ഭീതി അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ടുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോഴും അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്നത്. ധന്യ. ഒപ്പം തന്നെ ഇസ്രായേലിനകത്ത് നേരത്തെ തന്നെ നെതന്യാഹു നേരിട്ടുകൊണ്ടിരുന്ന ആരോപണങ്ങളുണ്ട്, കേസുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള സമ്മർദ്ദങ്ങൾ അവിടെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇസ്രായേലിനകത്ത് ഇപ്പോൾ നടക്കുന്ന കരാർ ലംഘനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രതിഷേധങ്ങൾ? എങ്ങനെയാണ് ഇസ്രായേലിനകത്തുള്ള പ്രതികരണങ്ങൾ വരുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെയും ഈ നിരന്തരമായിട്ടുള്ള ഈ വെടിനിർത്തൽ ലംഘനങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു വികാരം രൂപപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ പൊതുസമൂഹം എന്നത് ഇനിയും ഇത് രക്തദൂഷിതമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കോ വീണ്ടും ഗസക്ക് നേരെയുള്ള ഈ ആക്രമണം തുടരുന്നതിനോട് ജനതയെ സംബന്ധിച്ചിടത്തോളം പൊതുവെ തന്നെ താല്പര്യം കുറവാണ്. അതുമാത്രമല്ല നെതന്യാഹുവിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരവും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അഴിമതി ഉൾപ്പെടെയുള്ള ഏറ്റവും
പ്രധാനപ്പെട്ട കേസുകളിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പല ഘട്ടങ്ങളിലായിട്ടും അതിൽ നിന്ന് ഒഴിവാകാനുള്ള നീക്കങ്ങൾ നെതന്യാഹു നേരിട്ട് നടത്തിയിരുന്നു. ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിന് മാപ്പ് നൽകണമെന്ന് ഹെർസോഗ് എന്ന ഇസ്രായേലിന്റെ പ്രസിഡന്റിനോട് ഔദ്യോഗികമായി തന്നെ ട്രംപ് ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ അങ്ങനെ അത്തരമൊരു ആവശ്യം മുന്നോട്ട് വെക്കാൻ അമേരിക്കക്ക് ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമില്ല. അത് മാത്രമല്ല ഇസ്രായേലിൻ്റെതായിട്ടുള്ള സ്വതന്ത്രമായിട്ടുള്ള നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുന്നതാണ് പുറത്തൊരു രാജ്യത്തിൻ്റെ അധിപന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഇടപെടൽ എന്നൊരു കുറ്റപ്പെടുത്തലാണ് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപ്പിഡ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ട്രംപിന്റെ ഇടപെടലിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വെടിനിർത്തൽ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകണം, സുരക്ഷിതമായി തന്നെ ഇസ്രായേലിന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയണം. പ്രത്യേകിച്ച് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 20 അജണ്ടയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് നടക്കുന്ന ഈ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്തിരിയണമെന്ന ഒരു പൊതുവികാരമാണ് ഇസ്രായേൽ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതൃത്വവും ഏറെക്കുറെ ആ നിലയ്ക്ക് അതിൽ നിന്ന്, അതായത് ഹമാസിന്റെ നിരായുധീകരണം എന്നതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതേസമയം ഹമാസിന്റെ നിലപാട് വിഷയത്തിൽ എന്താണ്? അവരെ ഇല്ലാതാക്കി ഗസയിൽ മറ്റു പദ്ധതികളിലേക്ക് ഇല്ലെങ്കിൽ കരാറുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത ചർച്ചകളിലേക്ക് നീങ്ങാം എന്നുള്ള തീരുമാനത്തിലാണോ ഉള്ളത്? മധ്യസ്ഥ രാജ്യങ്ങൾ അതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇതിൽ നേരത്തെ തന്നെ രൂപപ്പെടുത്തിയ വെടിനിർത്തൽ കരാറും അതോടൊപ്പം തന്നെ 20 അജണ്ടയുടെയും ഭാഗമായിട്ട് നിർണ്ണയിക്കപ്പെട്ടത് ആദ്യം ഒരു യുദ്ധാനന്തര ഗസയുടെ ഭാവിയിലേക്കുള്ള ഒരു സർക്കാരിനെ രൂപവൽക്കരിക്കുക എന്നതാണ്. അതിൽ 15 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഫലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തിന് ഭരണം കൈമാറാൻ ഹമാസ് നേതൃത്വം നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നു. അധികാരം തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ലക്ഷ്യമല്ല, എപ്പോൾ വേണമെങ്കിലും അധികാരം ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഹമാസ് നേതൃത്വം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെയും അമേരിക്കയെയും ഔദ്യോഗികമായി തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് അത്തരം ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നില്ല. അതേസമയം ഈ തങ്ങളുടേതായിട്ടുള്ള ആയുധങ്ങൾ കൈമാറുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര ഫലസ്തീൻ സർക്കാരിന് മാത്രമായിരിക്കും എന്ന കാര്യത്തിൽ ഹമാസിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. അത് നേരത്തെ തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്തതാണ്. തീർച്ചയായിട്ടും ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളെ അവർ അറിയിച്ചിരിക്കുന്നത്. ഇനി പ്രായോഗികമായിട്ടുള്ള തുടർ ചർച്ചകളിലൂടെ മാത്രമാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് യുദ്ധാനന്തര ഗസയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ രൂപവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഏത് നിലപാടാണ് സ്വീകരിക്കുക, ഏതൊക്കെ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇക്കാര്യത്തിൽ ഉണ്ടാവും. പല അറബ് രാജ്യങ്ങളും സേനയെ അയക്കാൻ വിസമ്മതിക്കുന്നതായ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു സുരക്ഷാ സേനയെ വിന്യസിക്കുന്നതും ഏറ്റവും പ്രധാനമായിരിക്കും. അത് കഴിഞ്ഞ് മാത്രമായിരിക്കും ഈ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അക്കാര്യത്തിലും വൈകാതെ തന്നെ ഒരു തീർപ്പിലെത്തുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്.